ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 14 ദിവസം യാക്കോബിന് അനുഗ്രഹം. ഇന്നേ ദിവസം ഉൽപ്പത്തിയുടെ പുസ്തകം 27-28 അധ്യായങ്ങൾ, ജോബിൻ്റെ 17-18 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുകയാണ്. കടിഞ്ഞൂലവകാശം നിസ്സാരമായി നഷ്ടപ്പെടുത്തിയ ഏസാവ് യാക്കോബിനാൽ വഞ്ചിക്കപ്പെടുന്നതും പിതാവായ ഇസഹാക്കിൽ നിന്നുള്ള അനുഗ്രഹവും കൈപ്പറ്റി യാക്കോബ് ഹാരാനിലേക്ക് പലായനം ചെയ്യുന്നതും വഴിമധ്യേ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും സ്വപ്നത്തിലൂടെ അനുഭവിക്കുന്നതും 14-ാം ദിവസം നാം ശ്രവിക്കുന്നു. ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാതെ ജോബ് വിലാപങ്ങൾ തുടരുന്നതും ഇന്നത്തെ വായനയിൽ നാം ശ്രവിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം. യാക്കോബിന് അനുഗ്രഹം. ഇസഹാക്കിന് പ്രായമായതോടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി. അദ്ദേഹം തൻ്റെ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് അവനോട് പറഞ്ഞു, എൻ്റെ മകനെ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സായി, എൻ്റെ മരണ ദിവസം എനിക്കറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വനത്തിൽ പോയി എനിക്ക് വേണ്ടി ഇരയെ വേട്ടയാടുക. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് രുചിയുള്ള ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ ഭക്ഷിക്കട്ടെ. ഇസഹാക്ക് പുത്രൻ ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് വേട്ടയിറച്ചി കൊണ്ടുവരേണ്ടതിലേക്ക് വയലിലേക്ക് പോയി. റബേക്ക തൻ്റെ പുത്രൻ യാക്കോബിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരൻ ഏസാവിനോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടു. എനിക്കായി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക, ഞാൻ ഭക്ഷിച്ച് എൻ്റെ മരണത്തിന് മുമ്പായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മകനെ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഇപ്പോൾ അനുസരിക്കുക. നീ ചെന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ നിൻ്റെ പിതാവിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ രുചികരമായവ പാകം ചെയ്യാം. നീ അത് നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അപ്പോൾ അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതുവഴി മരണത്തിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. യാക്കോബ് തൻ്റെ അമ്മ റബേക്കായോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ സഹോദരൻ ഏസാവ് രോമാവൃതനാണ്, ഞാനാകട്ടെ രോമമില്ലാത്തവനും. ഒരുപക്ഷെ എൻ്റെ പിതാവ് എന്നെ തടവി നോക്കുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ പരിഹസിക്കുന്നവനെ പോലെ ആകുകയും ചെയ്താൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും ഞാൻ എൻ്റെ മേൽ വരുത്തി വയ്ക്കുക. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. നീ പോയി അവയെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം അവൻ്റെ അമ്മ തയ്യാറാക്കി. റബേക്ക തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റേതായി വീട്ടിൽ അവളുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെടുത്ത് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും അവൾ പൊതിഞ്ഞു. അവൾ പാകം ചെയ്ത രുചികരമായ ഭക്ഷണവും അപ്പവും മകൻ യാക്കോബിൻ്റെ കൈവശം ഏൽപ്പിച്ചു. അവൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, പിതാവേ. അദ്ദേഹം വിളി കേട്ടു, ഇതാ ഞാൻ. നീ ആരാണ് മകനെ? യാക്കോബ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽപുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്നാലും അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഭക്ഷിച്ചാലും. ഇസഹാക്ക് തൻ്റെ പുത്രനോട് ചോദിച്ചു,
ഇതെന്താണ് എൻ്റെ മകനെ, ഇത്ര വേഗം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അവൻ പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവാണ് എനിക്കിത് സാധ്യമാക്കിയത്. അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ സ്പർശിക്കേണ്ടതിന് അടുത്തു വരിക. നീ എൻ്റെ മകൻ ഏസാവ് തന്നെയല്ലേ? യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെ സ്വരവും കൈകൾ ഏസാവിൻ്റെ കൈകളും. അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അദ്ദേഹം അവനെ തിരിച്ചറിഞ്ഞില്ല. അവനെ അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകൻ ഏസാവ് നീ തന്നെയോ? ഞാൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്നതിനായി അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവനത് അദ്ദേഹത്തിൻ്റെ പക്കൽ കൊണ്ടുചെന്നു. അദ്ദേഹം ഭക്ഷിച്ചു. അവൻ അദ്ദേഹത്തിന് വീഞ്ഞുകൊണ്ട് ചെന്നു. അദ്ദേഹം കുടിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവായ ഇസ്ഹാക്ക് അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ അടുത്തു ചെന്ന് അദ്ദേഹത്തെ ചുംബിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധമറിഞ്ഞിട്ട് അവനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എൻ്റെ മകൻ്റെ ഗന്ധം കർത്താവ് അനുഗ്രഹിച്ച വയലിൻ്റെ ഗന്ധം പോലെ. ആകാശമഞ്ഞിൽ നിന്നും ഭൗമഫലപുഷ്ടിയിൽ നിന്നും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയും ജനങ്ങൾ നിന്നെ സേവിക്കട്ടെ. ജനപദങ്ങൾ നിന്നെ നമിക്കട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് നീ അധികാരിയായിരിക്കുക. നിന്റെ അമ്മയുടെ മക്കൾ നിന്നെ നമിക്കട്ടെ. നിന്നെ ശപിക്കുന്നവർ ശപ്തർ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ. ഏസാവ് അനുഗ്രഹം യാചിക്കുന്നു. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തു കടന്ന മാത്രയിൽ അവൻ്റെ സഹോദരൻ ഏസാവ് നായാട്ട് കഴിഞ്ഞ് എത്തിച്ചേർന്നു. അവനും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് എഴുന്നേറ്റ് മകൻ്റെ നായാട്ടിറച്ചിയിൽ നിന്ന് ഭക്ഷിക്കട്ടെ. അതുവഴി അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കട്ടെ. നീ ആരാണ്? അവൻ്റെ പിതാവായ ഇസ്ഹാക്ക് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ പുത്രൻ, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. ഇസ്ഹാക്ക് സംഭ്രമിച്ചുപോയി, അതിഭീമമായ സംഭ്രമം. അവൻ ചോദിച്ചു, അപ്പോൾ ഇരയെ നായാടി എനിക്ക് കൊണ്ടുവന്ന അവനാരാണ്? നീ വരുന്നതിന് മുമ്പേ ഞാൻ അതിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയായിരിക്കും. ഏസാവ് പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിലവിളിച്ചു. തിക്തമായ വൻ നിലവിളി. അവൻ പിതാവിനോട് അപേക്ഷിച്ചു, എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ പിതാവേ, എന്നെയും. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ ചതിയിൽ വന്ന് നിനക്കുള്ള അനുഗ്രഹം തട്ടിയെടുത്തല്ലോ. ഏസാവ് പറഞ്ഞു, അതുകൊണ്ട് തന്നെയല്ലേ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്. ഇത് 2ാം പ്രാവശ്യമാണ് അവൻ എൻ്റെ കുതികാൽ വെട്ടുന്നത്. എൻ്റെ കടിഞ്ഞൂലവകാശം അവൻ കൈക്കലാക്കി. ഇതാ ഇപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരനുഗ്രഹം പോലും അങ്ങ് നീക്കിവെച്ചില്ലേ? അവൻ ചോദിച്ചു. ഇസ്ഹാക്ക് ഏസാവിനോട് മറുപടിയായി പറഞ്ഞു, നോക്കൂ, ഞാൻ അവനെ നിൻ്റെ അധികാരിയായി അവരോധിച്ചിരിക്കുന്നു. അവൻ്റെ എല്ലാ സഹോദരങ്ങളെയും അവന് സേവകരായി ഞാൻ നൽകിയിരിക്കുന്നു. ധാന്യവും പുതുവീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തി. എൻ്റെ മകനെ, നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏസാവ് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഒറ്റ അനുഗ്രഹമേ അങ്ങയുടെ പക്കലുള്ളൂ. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവേ, എന്നെയും. ഏസാവ് സ്വരമുയർത്തി കരഞ്ഞു. അവൻ്റെ പിതാവ് ഇസ്ഹാക്ക് അവനോട് മറുപടിയായി പറഞ്ഞു, ഇതാ, ഭൗമഫലപുഷ്ടിയിൽ നിന്നും ഉന്നതാകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും അകലെയായിരിക്കും നിൻ്റെ വാസസ്ഥലം. നിൻ്റെ വാളുകൊണ്ട് നീ ജീവിക്കും. നിൻ്റെ സഹോദരനെ നീ സേവിക്കും. എന്നാൽ നീ അസ്വസ്ഥനാകുമ്പോൾ അവൻ്റെ മുഖം നിൻ്റെ ചുമലിൽ നിന്ന് നീ തകർത്തെറിയും. യാക്കോബ് ലാമാൻ്റെ അടുക്കലേക്ക്. തൻ്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചതുമൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മകഥം ചെയ്തു, പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരൻ യാക്കോബിനെ കൊല്ലും. തൻ്റെ മൂത്തമകൻ ഏസാവിൻ്റെ വാക്കുകളെപ്പറ്റി റെബേക്കായ്ക്ക് അറിവ് കിട്ടി. അവൾ തൻ്റെ ഇളയ മകൻ യാക്കോബിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതാ, നിൻ്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊല്ലാനായി പ്രതികാര ചിന്തയിലാണ്. എൻ്റെ മകനെ, ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. എഴുന്നേറ്റ് ഹാരാനിലേക്ക് എൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. നിൻ്റെ സഹോദരൻ്റെ രോക്ഷമടങ്ങുവോളം
നീ കുറച്ചുനാൾ അവനോടൊപ്പം താമസിക്കുക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപമടങ്ങുകയും നീ ചെയ്തതൊക്കെ അവൻ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാം. ഒരേ ദിവസം നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നതെന്തിന്? റെബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇവരെ പോലെയുള്ള ഈ നാട്ടുകാരായ ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും ഭാര്യയായി സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് എന്തിനാണ് ജീവിതം? അധ്യായം 28. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കരുത്. നീ എഴുന്നേറ്റ് പാതാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബെത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ ഒരാളെ നീ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ച് ഫലസമൃദ്ധമാക്കി വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ നീ ജനങ്ങളുടെ ഒരു സമൂഹമായി തീരും. ദൈവം അബ്രാഹത്തിന് നൽകിയ നിന്റെ വിപ്രവാസത്തിൻ്റെ ഈ നാട് നീ അവകാശപ്പെടുത്തേണ്ടതിന് അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പദാൻ ആരാമിലുള്ള അരമായനായ ബെത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും അമ്മ റെബേക്കായുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കലേക്ക് പോയി. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാതാൻ ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിക്കവേ കാനാന്യയിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും ഏസാവ് മനസ്സിലാക്കി. യാക്കോബ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് പാതാൻ ആരാമിലേക്ക് പോയി. തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൃഷ്ടികളിൽ കാനാൻ പുത്രിമാർ ദുഷിച്ചവരാണെന്ന് ഏസാവ് കണ്ടു. ഏസാവ് ഇസ്മായേലിൻ്റെ അടുത്ത് ചെന്ന് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ തൻ്റെ ഭാര്യമാർക്ക് പുറമെ ഒരു ഭാര്യയായി സ്വീകരിച്ചു. യാക്കോബിൻ്റെ സ്വപ്നം. യാക്കോബ് ബെർഷെബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാപ്പാർത്തു. ആ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് തലയ്ക്കൽ വെച്ച് ആ സ്ഥലത്ത് അവൻ കിടന്നു. അപ്പോൾ അവൻ സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ ഉറപ്പിച്ച ഒരു ഗോവണി. അതിൻ്റെ മുകളറ്റം ആകാശം മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാ അതിനു മുകളിലായി കർത്താവ് നിൽക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവും ഇസഹാക്കിൻ്റെ ദൈവവുമാണ്. നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ നൽകും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെയാകും. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ വ്യാപിക്കും. മണ്ണിലെ വംശങ്ങളെല്ലാം നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. എന്തെന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അത് അറിഞ്ഞിരുന്നില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിത്. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്കൽ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഭക്ഷിക്കാൻ അപ്പവും ധരിക്കാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവ് എനിക്ക് ദൈവമായിരിക്കും. തൂണായി ഞാൻ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം ദശാംശം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ജോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം. എൻ്റെ അരൂപി തീർന്നില്ലാതാകുന്നു. എൻ്റെ ദിനങ്ങൾ അസ്തമിക്കുകയാണ്. കബറിടങ്ങളാണ് എനിക്കുള്ളത്. എന്നോടൊത്തുള്ളവർ പരിഹാസകർ എന്നത് തീർച്ച. അവരുടെ തിക്തവൈരത്തിലാണ് എൻ്റെ കണ്ണു വസിക്കുന്നത്.
അങ്ങയോടൊത്ത് എനിക്ക് വേണ്ടി ഒരുവനെ ജാമ്യക്കാരനാക്കി തീർത്താലും മറ്റാരാണ് ഞാനുമായി കരം കോർക്കുന്നത്? എന്തെന്നാൽ അങ്ങ് തന്നെയാണ് അവരുടെ ഹൃദയത്തെ വിവേകത്തിൽ നിന്ന് മറച്ചത്. ആ സ്ഥിതിക്ക് അങ്ങ് അവരെ ഉയർത്തിവിടുകയില്ല. ഓഹരിക്ക് വേണ്ടി സ്നേഹിതരെ തള്ളിപ്പറയുന്നവൻ്റെ മക്കളുടെ കണ്ണുകൾ ക്ഷയിച്ചു പോകും. അവിടുന്ന് എന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി മാറ്റി. മുഖത്തിന് ഞാൻ തുപ്പലായി തീർന്നു. ദുഃഖത്താൽ എൻ്റെ കണ്ണു മങ്ങി. എൻ്റെ ശരീരഘടനയാകെ നിഴൽ പോലെയായി. ഇത് കണ്ട് സത്യസന്ധർ വിസ്മയിക്കുന്നു. നിഷ്കളങ്കൻ കളങ്കിതനുമേൽ ആവേശം കൊള്ളുന്നു. നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിർമ്മല കരങ്ങളുള്ളവർ ഉപരി കരുത്താർജിക്കുന്നു. നിങ്ങളെല്ലാവരും തിരിച്ചു വന്നോളൂ. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനിയെ ഞാൻ കണ്ടെത്തുകയില്ല. എൻ്റെ ദിനങ്ങൾ കടന്നുപോയി. എൻ്റെ പദ്ധതികളും ഹൃദയസമ്പാദ്യങ്ങളും തകർക്കപ്പെട്ടു. അവർ രാത്രി പകലാക്കി മാറ്റുന്നു. ഇരുൾ സാന്നിധ്യത്തേക്കാൾ വെളിച്ചമാണടുത്തത്. പാതാളത്തെ എൻ്റെ ഭവനമായി പ്രതീക്ഷിച്ചല്ലേ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചത്. കുഴിമാടത്തോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരിയുമാണ് എന്നും ഉദ്ഘോഷിച്ചത്. അതിനാൽ എൻ്റെ പ്രതീക്ഷ എവിടെ? എൻ്റെ പ്രതീക്ഷ ആർക്കാണ് കാണാനാകുന്നത്? അത് പാതാളം വരെ എന്നോടൊത്ത് താഴുമോ? പൊടിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് താഴ്ന്നിറങ്ങുമോ? ജോബിൻ്റെ പുസ്തകം 18-ാം അധ്യായം. ബിൽദദിൻ്റെ 2-ാം പ്രഭാഷണം. അപ്പോൾ ശുവക്കാരൻ ബിൽദദ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ എത്ര നാൾ മൊഴികൾക്കായി കെണികൾ ഒരുക്കും? കാര്യം മനസ്സിലാക്കുവിൻ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ മൃഗതുല്യം എണ്ണപ്പെടുന്നത്? നിങ്ങളുടെ ദൃഷ്ടികളിൽ കളങ്കിതരായിരിക്കുന്നതും സ്വന്തം കോപത്തിൽ സ്വജീവൻ പിച്ചു ചീന്തുന്നവനെ നിന്നെ പ്രതി ഭൂമി പരിത്യക്തമാകുമോ? പാറയ്ക്ക് സ്ഥാനചലനമുണ്ടാകുമോ? ദുഷ്ടരുടെ പ്രകാശം പോലും പൊലിഞ്ഞു പോകും. അവൻ്റെ തീനാളം ജ്വലിക്കുകയില്ല. അവൻ്റെ കൂടാരത്തിൽ പ്രകാശം ഇരുണ്ടിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം പൊലിയും. അവൻ്റെ ശക്തിയുടെ പടവുകൾ ഇടുങ്ങിയതാകും. തൻ്റെ തന്നെ പദ്ധതി അവനെ തള്ളി വീഴ്ത്തും. തൻ്റെ കാലുകളിൽ വലക്കിണിയുമായി അവൻ തള്ളപ്പെടും. വലയ്ക്കുമേലായിരിക്കും അവൻ സഞ്ചരിക്കുന്നത്. കുരുക്ക് കുതികാലിൽ പിടിമുറുക്കും. അവൻ്റെ മേൽ കുടുക്ക് പ്രബലമാകും. അവനു വേണ്ടിയുള്ള കയർ നിലത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അവനു വേണ്ടിയുള്ള വല സഞ്ചാരപാതമേലും. ചുറ്റും ഭീകരതകൾ അവനെ ഭയപ്പെടുത്തുന്നു. അവൻ്റെ ചുവടുകളിൽ അവ അവനെ പിന്തുടരുന്നു. അവൻ്റെ കരുത്ത് ശുഷ്കമായി തീരട്ടെ. അവൻ്റെ പതനത്തിന് ദുരിതം തയ്യാറായി കഴിഞ്ഞു. അത് അവൻ്റെ ചർമ്മഭാഗങ്ങൾ ഭക്ഷിക്കും. മൃത്യുവിൻ്റെ ആദ്യജാതനായ അത് അവൻ്റെ അവയവങ്ങൾ ഭക്ഷിക്കും. തൻ്റെ ആശ്രയമായിരുന്ന സ്വന്തം കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. അതവനെ ഭീകരതയുടെ രാജാവിലേക്ക് നയിക്കും. അവൻ്റേതൊന്നും അവൻ്റെ കൂടാരത്തിൽ വസിക്കുകയില്ല. അവൻ്റെ പാർപ്പിടത്തിന്മേൽ ഗന്ധകം വിതറപ്പെടും. ചുവട്ടിൽ അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകുന്നു. മീതെ അവൻ്റെ ശാഖ വാടിക്കരിയുന്നു. ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ നശിക്കും. തെരുവീഥിയിൽ അവന് പേരില്ല. പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവർ അവനെ തള്ളിയിട്ടിരിക്കുന്നു. ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതിയോ പിൻഗാമിയോ ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ സത്രങ്ങളിൽ ആരും അവശേഷിക്കുകയില്ല. അവൻ്റെ ദിനത്തെ ചൊല്ലി പടിഞ്ഞാറുള്ളവർ ശ്വാസം മുട്ടുന്നു, കിഴക്കുള്ളവർ നടുക്കം കൊള്ളുന്നു. ഇവ തന്നെയാണ് അധർമ്മിയുടെ പാർപ്പിടങ്ങൾ. ഇതാണ് തമ്പുരാനെ അറിയാത്തവൻ്റെ സ്ഥലം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം. ജ്ഞാനശിക്ഷണം. എൻ്റെ മകനെ, എൻ്റെ പ്രബോധനം വിസ്മരിക്കരുത്. നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. എന്തെന്നാൽ അവ നിനക്ക് ആയുർദൈർഘ്യവും ജീവിത സംവത്സരങ്ങളും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. കൃപയും സത്യവും നിന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ. അവ നിൻ്റെ കണ്ഠത്തിൽ അണിയുക. നിൻ്റെ ഹൃദയഫലകത്തിൽ അവ എഴുതുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ദൃഷ്ടികളിൽ പ്രീതിയും നല്ല മതിപ്പും കണ്ടെത്തുക.